ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ജീവനുള്ള വചനം നമുക്ക് സ്വീകരിക്കാം. 100 മേനി ഫലം തരുന്ന കർത്താവിൻ്റെ വചനം, നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഫലം ചൂടുന്ന കർത്താവിൻ്റെ വചനം. നമുക്കിന്നത്തെ പ്രധാന വചന സന്ദേശം നൽകുന്നത് സിസ്റ്റർ ടെസിൻ MSMI. സിസ്റ്റർ കൊളത്തുവയൽ NRC ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. വളരെ പ്രശസ്തയായ വചനപ്രഘോഷികയും ധ്യാനഗുരുവുമാണ് സിസ്റ്റർ ടെസിൻ. നമുക്ക് കരങ്ങളടിച്ച് സിസ്റ്ററിനെ വചനവേദിയിലേക്ക് സ്വീകരിക്കാം. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ആത്മീയ സന്തോഷം കാണുവാനായിട്ട് സാധിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ഹൃദയങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. വചനത്തെ മാംസം ധരിച്ച പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവേ, വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാമിധം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഈശോ നമ്മളോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ജീവനായ അവിടുത്തെ വചനം, ആത്മാവായ അവിടുത്തെ വചനം കേൾക്കുമ്പോൾ ജീവനുണ്ടാകുവാൻ, ശക്തിയുണ്ടാകുവാൻ ഈശോ നമ്മളെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, നിൻ്റെ നിത്യസഹായം ഞങ്ങൾ തേടുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ മണിക്കൂറിൽ വചനം കേൾക്കുമ്പോൾ ആവശ്യകമായ എല്ലാ ശക്തിയും കൊണ്ട്, സൗഖ്യവും കൊണ്ട് ഞങ്ങൾ നിറയപ്പെടുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മാതാവിനോട് ചേർന്ന് ഈ ഗാനത്തോടൊപ്പം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാനങ്ങൾക്കായി നീ നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 17-ാമത്തെ തിരുവെഴുത്ത്. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് പറയുകയാണ്, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളാണ് നമ്മളുടെ ഫലങ്ങൾ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് എന്താണോ വരുന്നത് അതാണ് അവനെ നന്മയുള്ളതാക്കി തിന്മയുള്ളതാക്കി മാറ്റുന്നത്. മനുഷ്യൻ്റെ ആന്തരികമായ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ നന്നായിരുന്നെങ്കിലേ അവന് നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫലം
ഈശോ പറഞ്ഞതുപോലെ അത് ചീത്ത ഫലങ്ങളായിരിക്കും. വൃക്ഷം അറിയപ്പെടുന്നത് അതിൻ്റെ ഫലങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാല്യകാലം മുതലേ തന്നിഷ്ടത്തിൽ ജീവിച്ച് ആർക്കും വിധേയപ്പെടാതെ ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും മറ്റൊരാളുടെ ഉപദേശം കേൾക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കുന്ന വഴിയിലൂടെ പോകാനോ കൂട്ടാക്കിയേല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിലെ ആന്തരികമായ മനുഷ്യനെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ മാത്രമാണെങ്കിലേ നമ്മുടെ പ്രവൃത്തികൾ ശോഭനമാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ തിരുവെഴുത്തിൽ യേശു ഇപ്രകാരം പറയുന്നുണ്ട്: ഓരോ വൃക്ഷവും ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയാം. ഇവിടെ നിൽക്കുന്ന എന്നെ നിങ്ങൾ തിരിച്ചറിയുന്നത് എൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. എൻ്റെ അപ്പച്ചൻ നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ നല്ല ഒരമ്മയാണ്. എങ്ങനെയാണ് നമ്മളവരെ അങ്ങനെ വിശദീകരിച്ച് പറയുക? അവരുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്, എൻ്റെ അമ്മ, ഇത്രയും നല്ലൊരമ്മ എനിക്ക് കിട്ടിയത് അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ജീവിത പങ്കാളിയെ എനിക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ്. അവരുടെ പ്രവൃത്തികളിൽ നിന്നാണ് അവരെ നമ്മൾ തിരിച്ചറിയുക. ചാക്കോച്ചനും മേരിയും ഏലിയാമ്മയൊക്കെ നല്ലവരാണോ എന്നറിയണമെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളാണ് അവരെ തിരിച്ചറിയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുവാൻ, കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെടുന്നവരാകുവാൻ, അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി നമ്മൾക്ക് വേണമെന്നുള്ള വലിയ ആഗ്രഹം ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു മനുഷ്യന് അവൻ്റെ പ്രവൃത്തി മോശമാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ അവനോട് പറയുമ്പോൾ അവരാഗ്രഹിക്കും, ചിലരെങ്കിലുമൊക്കെ ആഗ്രഹിക്കും, എനിക്കൊരു നല്ല വ്യക്തിയായി ജീവിക്കണം, എനിക്ക് നല്ലൊരു അമ്മയാകണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു ഭർത്താവായി അല്ലെങ്കിൽ നല്ലൊരു യുവാവായി നല്ലൊരു വിദ്യാർത്ഥിയായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, തെറ്റുകൾ തിരുത്തിപ്പോവുക എന്നുള്ളതാണ് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കറിയാലോ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്ലച്ചിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റി, എന്തെങ്കിലുമൊക്കെ വിഷയം വണ്ടിക്കുണ്ടായെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതറിയാം. അവർ പറയും, വണ്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാറ് കേടായി, കുറച്ച് നാളും കൂടെ ഒക്കെ ഓടുമായിരിക്കും, പക്ഷേ ഇതും കൊണ്ട് ഒരു ദീർഘദൂര യാത്ര പോകുവാൻ സാധ്യമല്ല എന്ന് ആ വാഹനം കൈകാര്യം ചെയ്യുന്ന ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കേടുപാടുകൾ നോക്കുവാൻ വേണ്ടി അതിന് വിദഗ്ധനായ ഒരാളുടെ അടുത്തേക്ക് വാഹനം കൊണ്ട് പോവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് എനിക്ക് തെറ്റുപറ്റി, എന്നിലെ ആന്തരികമായ മനുഷ്യൻ ക്ഷയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ മറ്റുള്ളവരുടെ സഹായത്താലെ, പരിശുദ്ധാത്മാ സഹായത്താലെ, ദൈവവചനത്തിൻ്റെ ജീവിക്കുന്ന കൃപയാലെ നമുക്ക് നമ്മളെ തിരുത്താനായിട്ട് സാധിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസൂസ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ ശ്ലീഹ ഇപ്രകാരം പറഞ്ഞു വെച്ചത്: നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിലെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. നോയമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെതുമായ കാലയളവിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് നമ്മളുടെ ആന്തരികമായ മനുഷ്യനെ ബലപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ അത് വലിയൊരു ആത്മാവിൻ്റെ
പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ നമുക്ക് തിരിച്ചറിയാം. ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരാളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്ന്. നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഫലങ്ങൾ അത് വാക്കായി, പ്രവൃത്തിയായി, ചിന്തയായി, നന്മയുടെ നല്ല മണിമുത്തുകളായി നമ്മുടെ പ്രവൃത്തിയിലേക്ക് നിഴലിക്കുമ്പോഴാണ് ഈ തിരുവചനത്തിൻ്റെ നിറവ് നമ്മളിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ജീവിത പങ്കാളിയാണ് ദൈവം എനിക്ക് തന്നേക്കുന്നത്. നല്ല വീടുണ്ട്, സമ്പത്തുണ്ട്, അത്യാവശ്യം ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ സഹോദരി പറയാണ്, എനിക്കിത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ദൈവം തന്ന ഇത്തരത്തിലുള്ള ഈ കൃപകൾ അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വിഷയമാണ്. എന്താണ് ആ വിഷയമെന്ന് ചോദിച്ചാൽ ആ മകളുടെ സംശയ പ്രകൃതിയാണ്, സംശയ രോഗമാണ്. സംശയരോഗം നമുക്കറിയാം, സംശയം അധികമായി കഴിയുമ്പോൾ അതൊരു രോഗമായി രൂപപ്പെടും. അതിന് പിന്നെ ചിലപ്പോൾ മരുന്നെടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ട് മെല്ലെ 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 അതിന് സൗഖ്യം കർത്താവ് നമുക്ക് തരാം. പ്രിയ സഹോദരങ്ങളെ, നമ്മളിലെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ദൈവം എന്തെല്ലാം കൃപകൾ നമുക്ക് തന്നാലും അത് തിരിച്ചറിയാനോ അനുഭവിക്കാനോ ഈ സഹോദരിയെ പോലെ നമുക്കാവുകയില്ല എന്നുള്ളതാണ് സത്യം. കരങ്ങളൊന്ന് ഉയർത്തി ഈശോയുടെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നത്: അഭിലാഷങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടരുത്. അത് കാളക്കുറ്റനെ പോലെ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിച്ചേക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്, അത് നമ്മളെ നശിപ്പിക്കും. ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ ഓരോ സമയവും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുന്ന നേരത്ത് ചിലപ്പോൾ അത് പറയും, നീ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നീ വിശ്രമിച്ചു. ദേവാലയത്തിൽ പോകേണ്ട സമയത്ത് ചിലപ്പോൾ നമ്മളിലെ ബാഹ്യ മനുഷ്യൻ പറയും, നിനക്ക് ക്ഷീണമാണ്, ഇന്ന് നീ പള്ളിയിൽ പോയില്ലെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിലും കൂദാശകൾ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് എന്ന് കർത്താവ് നമുക്കൊരു താക്കീത് നൽകുകയാണ്. സ്നേഹനിർഭരമായ ഒരു ഉപദേശം അവിടുന്ന് നമുക്ക് നൽകുകയാണ്. അപ്പോൾ അഭിലാഷങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രാക്ക് തെറ്റി എന്നുള്ളതാണ് നമ്മളവിടെ കാണിക്കുന്നത്. ശരിയായ രീതിയിലല്ല നമ്മുടെ യാത്രകൾ പോകുന്നത് എങ്കിൽ, നമ്മുടെ ചിന്തകൾ പോകുന്നത് എങ്കിൽ, നമ്മുടെ പ്രവൃത്തികൾ ഫലദായകമാകാതെ പോകുന്നുവെങ്കിൽ മനസ്സിൽ വിചാരിച്ചുകൊള്ളുക, ഞാൻ പോകുന്ന വഴി തെറ്റാണ്. അത് തിരുത്തി മുൻപോട്ട് വരുമ്പോഴാണ് യഥാർത്ഥ ദിശയിലൂടെ പോകുവാനായി നമുക്ക് സാധിക്കുക. അതിന് ഈ യഥാർത്ഥ ദിശയിൽ പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ യേശുവിലേക്ക് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്നാൾ ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ നല്ലൊരു ജീവിതം നയിക്കുന്ന ആളാണ്, ഞാൻ പ്രത്യേകിച്ച് ആരെയും ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും പോവുകയില്ല. പക്ഷേ എൻ്റെ അയൽവാസികൾ എന്നെ പീഡിപ്പിക്കുക, എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നോട് ശത്രുത വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ എത്ര നല്ല രീതിയിൽ പോയിട്ടും എന്തുകൊണ്ടാണ് അവർ എന്നോട് ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയമെന്ന് ആ സഹോദരൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ജീവിത വിഷയങ്ങളിൽ നമുക്ക് നോക്കാനുള്ള ഏക വിഷയമെന്ന് പറയുന്നത്, ഏക വ്യക്തി എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ഈശോ തന്നെയാണ്.
ഈശോയിലേക്ക് നോക്കുക. നമുക്കറിയാം അവിടുത്തെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശുവിനെ പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് അവൻ രോഗശാന്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ യഹൂദ പ്രമാണികൾ ഈശോയെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ യേശുവിൽ കുറ്റം ആരോപിക്കാനായിട്ട് ഒക്കെ കാത്തിരിക്കുന്നതൊക്കെ അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എത്ര സത്യസന്ധരായി ജീവിച്ചാലും, ചിലപ്പോൾ എത്ര മനോഹരമായി ജീവിച്ചാലും മറ്റുള്ളവർ നമ്മളെ വന്ന് ഇടിക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അതുകൊണ്ട് ഈ യാത്രയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഞാൻ നോക്കേണ്ടത് കർത്താവിങ്കിലേക്കാണ്. കർത്താവിങ്കിലേക്ക് നോക്കുമ്പോഴാണ് എൻ്റെ പാതകൾ ഏറ്റവും നല്ല രീതിയിലായി മുൻപോട്ട് പോകുവാനായി എനിക്ക് സാധിക്കുക. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരങ്ങളിൽ വഞ്ചന കാണപ്പെട്ടില്ല, നിന്ദിക്കപ്പെട്ടപ്പോൾ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് അവൻ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. വലതുകരമുയർത്തി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ഏറ്റുചൊല്ലാം. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരങ്ങളിൽ വഞ്ചന കാണപ്പെട്ടില്ല, നിന്ദിക്കപ്പെട്ടപ്പോൾ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ അവൻ ഭരമേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. ജീവിതത്തെ മനോഹരമാക്കുന്നത് നമ്മളുടെ നല്ല മനോഭാവമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തെ മനോഹരമാക്കുന്നത് നമ്മുടെ നല്ല മനോഭാവമാണ്. കൊറോണ മഹാമാരിയുടെ കാലത്തിലൂടെ നമ്മൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും 2 പ്രാവശ്യം ഈ കാലയളവിൽ കൊറോണ പിടിച്ചു. പക്ഷേ കർത്താവ് അത്ഭുതകരമായി 2 പ്രാവശ്യവും എന്നെ രക്ഷിച്ചു. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും 2ഉം 2ൽ കൂടുതലും ഒക്കെ. പക്ഷേ അവിടെയൊക്കെയുള്ള നമ്മളുടെ മനോഭാവമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഓർക്കുകയാണ്, നല്ല അത്യാവശ്യം ഒരു ചെറിയ ജോലിയൊക്കെ ഉള്ള ഒരു സഹോദരൻ ഈ കൊറോണ കാലത്ത് അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ പോയി. അങ്ങനെ വീട്ടിൽ കൂടിയിരിക്കുകയാണ്. ഭാര്യയുണ്ട്, 3 മക്കളുമുണ്ട്. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാനില്ല. ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒട്ട് ഇപ്പോൾ കിട്ടുന്നുമില്ല. അങ്ങനെ പൈസയ്ക്ക് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരുടെ 8 സെൻറ്റ് സ്ഥലത്തിൽ 4-5 ഏത്തക്കൊല ഇങ്ങനെ പാകമായി നിൽക്കുകയാണ്. ഒരു ദിവസം രാവിലെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ഈ വാഴക്കൊല നന്നായി വെട്ടിയെടുത്തിട്ട് നന്നായി കായ വറക്കാം, ഞാൻ വറുത്ത് പാക്കറ്റാക്കി തരാം, ചേട്ടനിത് റോഡ് സൈഡിൽ കൊണ്ടുവച്ച് വിൽക്കണം. ബസ്സൊന്നും ഓടാത്ത ഒരു സമയമാണ്, പ്രൈവറ്റ് വണ്ടികൾ മാത്രം ഓടുന്ന സമയമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്കതിലൊരു നാണമാണ്, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, നാണിക്കൊന്നും വേണ്ട, നല്ല രുചിയുള്ള രീതിയിൽ അത് പാകപ്പെടുത്തി തരാം. അങ്ങനെ ഈ 3-4 ഏത്തക്കുലകളൊക്കെ ഓടിച്ച് അത് നന്നായി പാക്ക് ചെയ്ത് വറുത്ത് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അദ്ദേഹം ഒരു റോഡ് സൈഡിൽ ഒരു മേശയൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. വണ്ടിക്കാരൊക്കെ പോകുന്നുണ്ട്, ചിലർ നോക്കുന്നുണ്ട്, ചിലർ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ 1-ാമത്തെ ദിവസത്തിൽ ഒരു പാക്കറ്റ് വിറ്റുപോയി. 2-ാം ദിവസവും ഭാര്യ പറഞ്ഞു, കുഴപ്പമില്ലെന്നേ, ഒരു ദിവസം ഒരെണ്ണം പോയല്ലോ, അത് മതി, ചേട്ടൻ പോ. അങ്ങനെ 2-ാം ദിവസവും ഈ മനുഷ്യനെ ഇവൾ പറഞ്ഞയച്ചു. 2-ാം ദിവസം 2 പാക്കറ്റ് പോയി. 3-ാം ദിവസം ഒന്നും പോയില്ല. അങ്ങനെ ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ഈ കാവറത്തിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കും, ജപമാല ചെല്ലും, അറിയാവുന്ന വചനങ്ങളൊക്കെ ഉരുവിടും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്, ആരെങ്കിലും വരണേ, ആരെങ്കിലും എൻ്റെ 2-3 പാക്കറ്റ് ഈ കായ വറുത്തത് വാങ്ങിക്കൊണ്ട് പോകണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇദ്ദേഹം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാറുകാരൻ വന്നു, വണ്ടി നിർത്തി. അദ്ദേഹം ഒരു കായ എടുത്ത് തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല രുചി. നിങ്ങളുടെ നാവിൽ കിട്ടുന്നുണ്ടോ ആ രുചി?
നല്ല രുചി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ ചേട്ടനോട് പറഞ്ഞു, ഇതൊന്ന് വിറ്റ് കിട്ടിയിട്ട് വേണമായിരിക്കുമല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് തരപ്പെടുത്താൻ. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, അതെ സാറേ, ഇതൊക്കെ ഒന്ന് വിറ്റ് കിട്ടിയിട്ട് വേണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് തരപ്പെടുത്താൻ. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, ആയിരിക്കുന്ന മുഴുവൻ പാക്കറ്റുകളും പാക്ക് ചെയ്തു എൻ്റെ വണ്ടിയിലേക്ക് വെച്ചേക്ക്, ഞാനിത് മൊത്തം എടുക്കുകയാണ്. അങ്ങനെ ഒരു 10-18ഓളം പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് മുഴുവനും ഈ സഹോദരനെടുത്ത് വണ്ടിയിൽ വെച്ചു. അവസാനം പൈസ കയ്യിൽ കൊടുത്തു. പൈസ നോക്കിയപ്പോൾ ഇദ്ദേഹം ഞെട്ടി. ഇത്രയും പാക്കറ്റ് കായ് വറുത്തതിന് കിട്ടിയ പൈസ എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ അറിയാതെ അത് കിട്ടണേ എന്ന് ആഗ്രഹിച്ചു പോകും. ഈ സഹോദരൻ 10,000 രൂപയെടുത്ത് ഈ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയുടെ മനോഭാവം ഈ കായ് വറുത്ത് വെച്ചിരിക്കുന്ന മകനെ നോക്കിയപ്പോൾ മനസ്സിൽ തോന്നി, ഇദ്ദേഹത്തിന് ഇത് വിറ്റെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്ത് അന്ന് കഞ്ഞി വെക്കാൻ കാണുകയുള്ളായിരിക്കാം എന്നുള്ള നല്ല മനോഭാവത്തിൽ അത് മുഴുവൻ വാങ്ങി അദ്ദേഹം ഒരു സുവിശേഷ വേല പോലെ അദ്ദേഹത്തിന് ഇത്രയും പൈസ കയ്യിൽ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം തമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് പറഞ്ഞു, 2 പാക്കറ്റ് കായ് വറുത്തതിന് കർത്താവ് എനിക്ക് തന്നത് 10,000 രൂപയാണ്. ഇത്രയും പൈസ എനിക്ക് തരാൻ ദൈവമേ നീ പറഞ്ഞയച്ച ഈ ദൈവദൂതനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവം മറ്റൊരാളെ നോക്കുമ്പോൾ, മറ്റൊരു പ്രവൃത്തിയെ നോക്കുമ്പോൾ നമ്മുടെ മനോഭാവങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മുടെ ആത്മാവ് നല്ല രീതിയിൽ രൂപപ്പെടുക. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ഈ ജാഗരണ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്നിലൊരു നല്ല മനോഭാവം രൂപപ്പെടുത്തണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോൾ തോബിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് നിനക്ക് തൃപ്തിപ്പെട്ടുകൂടെ? വചനം ചോദിക്കുകയാണ്, കർത്താവ് നിനക്ക് തന്ന ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ കൊണ്ട് നിനക്ക് തൃപ്തിപ്പെട്ടുകൂടെ? കർത്താവ് എനിക്ക് തന്ന ജീവിത സാഹചര്യങ്ങളോട്, കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളോടുള്ള എൻ്റെ മനോഭാവം, നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് എത്ര കിട്ടിയാലും നമ്മൾ ചിന്തിച്ചു പോകും, ഓ ഇത് പോരാ, അല്പം കൂടെ വേണമായിരുന്നു, അല്പം കൂടെ മനോഹരമാക്കണമായിരുന്നു, ഇനിയും അധ്വാനിക്കണമായിരുന്നു. കർത്താവ് ചോദിക്കുകയാണ്, കർത്താവ് നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട്, കർത്താവ് നിനക്ക് തന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? നമുക്ക് ഈശോയോട് പറയാം, ഈ പരിശുദ്ധ ദേവാലയത്തിലിരിക്കുമ്പോൾ, കർത്താവെ അങ്ങ് എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, എനിക്കിത് മതി. കർത്താവെ നീ എന്നെ കാണുന്നുണ്ടല്ലോ, കർത്താവെ നീ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, കർത്താവെ നീ എന്നെ നയിക്കുന്നുണ്ടല്ലോ. ഈ ഒരു അവസ്ഥാവിശേഷം ഉള്ളിലാകുമ്പോൾ കർത്താവ് നമ്മളെ നയിക്കും. ഈ കഴിഞ്ഞ ദിവസം ഫോൺ കൗൺസിലിങ്ങിന് വേണ്ടി ഒരു സഹോദരി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ഭർത്താവായിരുന്നു എൻ്റെ കുടുംബം നോക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ 2 പെങ്ങന്മാരെ വിവാഹം കഴിച്ച് അയച്ചിട്ടില്ല. 2 പേർക്കും അല്പം മാനസികമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് 2 പേരും വീട്ടിലുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഈ 2 പെങ്ങന്മാരുണ്ട്, ഈ സഹോദരിയുണ്ട്, അവർക്ക് 2 മക്കളുമുണ്ട്. ഇത്രയും പേർക്ക് ചെലവിന് കൊടുക്കുന്നത് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പണിക്ക് പോയിട്ട് പണിസ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തിന് വലിയൊരു അപകടമുണ്ടായി. ആ അപകടത്തിൽ അദ്ദേഹത്തിന് കാര്യമായ പരുക്കേറ്റു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, 6 മാസത്തേന് ഇനി ഒരു പണിക്കും ഇറങ്ങരുത്, വിശ്രമിക്കുക, നന്നായി മരുന്ന് എടുക്കുക, വേറെ ഒരു കാര്യവും ചെയ്യാൻ പോകരുത്. ഈ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണമേ, കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ പഞ്ഞം കിടത്തുമൊന്നുമില്ല, കർത്താവ് ഞങ്ങളെ നയിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി, പെട്ടെന്ന് സൗഖ്യപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ ഒന്ന് ഫോണിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്നാണ് ആ വ്യക്തി എന്നോട് ചോദിച്ചത്. ആ സഹോദരിയുടെ ദൈവത്തെ നോക്കിയുള്ള ഒരു മനോഭാവം, ദൈവം ഞങ്ങളെ പഞ്ഞം കിടത്തൊന്നുമില്ല, എങ്ങനെയും ഒക്കെ ജീവിക്കാനുള്ളത് ദൈവം തരും.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളെ നോക്കിക്കൊണ്ട്, ദൈവം നമുക്ക് തന്ന സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നല്ല സമാധാനമുള്ള മനോഭാവത്തോടെ നമുക്ക് തൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിന്നിലെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടു എന്നാണ് കരുതേണ്ടത്. കരങ്ങൾ ഉയർത്തി പറയാവോ? ഹല്ലേലൂയ. ആഗ്രഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു സംതൃപ്തി ഉള്ളവരെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവെഴുത്തിലൂടെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഈ ലോകത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധി എങ്ങനെയാണ് നമ്മളിൽ സംഭവ്യമാകുക? നമ്മളിലെ ആന്തരികത ശക്തിപ്പെടുമ്പോഴാണ്. നമ്മളിലെ കുറവുകൾ നോക്കി അത്ഭുതപ്പെടാതെ കർത്താവിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ് ഈ ഭാഗ്യം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരിക. വിശുദ്ധ മത്തായി സുവിശേഷം 5:8 നമുക്ക് ഏറ്റവും വിശ്വാസത്തോടെ ഒന്ന് ഏറ്റു പറയാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഒരിക്കൽ കൂടെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഈ രാത്രിയിൽ നമുക്കൊരു ഭാഗ്യമുണ്ടാകട്ടെ. എന്തിനുള്ള ഭാഗ്യം? എൻ്റെ ദൈവത്തെ എൻ്റെ കഷ്ടതകളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ അത്യാഹിതങ്ങളിൽ, എൻ്റെ ദുരിതങ്ങളിൽ, എൻ്റെ ഇല്ലായ്മകളിൽ എൻ്റെ ദൈവത്തെ കാണാനുള്ള ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവെഴുത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത്: മകനെ, എൻ്റെ ചിന്തകൾ നിനക്ക് ഞാൻ പകർന്നു തരാം, എൻ്റെ വാക്കുകൾ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. മകനെ, എൻ്റെ ചിന്തകൾ നിനക്ക് പകർന്നു തരാം. എന്നെ നോക്കിയുള്ള എൻ്റെ കർത്താവിൻ്റെ ചിന്ത നമ്മൾ മനസ്സ് കൊടുത്തിട്ടുണ്ടോ? അതിനുവേണ്ടി സമയം കൊടുത്തിട്ടുണ്ടോ? ഹൃദയം കൊടുത്തിട്ടുണ്ടോ? കർത്താവിൻ്റെ ചിന്ത, എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ ചിന്ത ഇതാ തീരുന്നില്ല. എൻ്റെ വാക്ക് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എന്താണ് അവൻ്റെ വാക്ക്? ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മക്കളെ, നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന കർത്താവിൻ്റെ വാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ കർത്താവിലേക്ക് തിരിയുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ ജീവിച്ചവരെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നോഹ, പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ദുഷ്ടരായ, ദൈവഭക്തിയില്ലാത്ത, ദൈവചിന്തയില്ലാത്ത, ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിച്ച മനുഷ്യരുടെ മധ്യേ ജീവിച്ചവനാണ് നോഹ. സാഹചര്യങ്ങളിലേക്ക് അവൻ നോക്കിയില്ല, അവൻ നോക്കിയത് ദൈവത്തെങ്കിലേക്കാണ്. നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് നോക്കാനുള്ളത്, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ളത് അത് ദൈവത്തെങ്കിലേക്കായിരിക്കണം. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, പൂർവ്വ യോസേപ്പിനെ സ്നേഹമില്ലാത്ത സഹോദരങ്ങളുടെ കൂടെ, അസൂയുള്ള സഹോദരങ്ങളുടെ കൂടെ, തന്നിഷ്ടക്കാരായ സഹോദരങ്ങളുടെ കൂടെ ജോസഫ് ജീവിക്കുകയാണ്. അങ്ങനെ പൊട്ടക്കിണറ്റിൽ എത്തപ്പെട്ട ജോസഫ് നോക്കിയത് ദൈവത്തെങ്കിലേക്കാണ്. തന്നെ തകർത്ത, തന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട സഹോദരങ്ങളിലേക്കല്ല ജോസഫ് നോക്കിയത്, പിന്നെയോ ദൈവത്തെങ്കിലേക്കാണ് അവൻ നോക്കിയത്. പ്രിയ ദൈവ പൈതലേ, ഈ രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ നീ നിന്റെ ഹൃദയത്തിൻ്റെ, അധരത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവസമക്ഷം ഉയർത്തുമ്പോൾ നിനക്ക് നിന്റെ ദൈവത്തെങ്കിലേക്ക് നോക്കുവാനായി സാധിച്ചുവെങ്കിൽ തക്ക സമയത്ത്
അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏലിയുടെ 2 മക്കള്, ആ തിന്മ നിറഞ്ഞ മക്കളുടെ കൂടെയാണ് സാമുവേൽ നല്ല വ്യക്തിയായി ജീവിച്ച് വളർന്നു വന്നത്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മളെ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിലും വ്യക്തികളുടെ ഇടയിലും കുടുംബത്തിലുമൊക്കെ നല്ലവരായി ജീവിക്കാൻ സാധിക്കുന്നത്? അതിനുത്തരം നമുക്ക് വചനം തരുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവെഴുത്ത്, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ആമേൻ. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരുവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നാൽ അവൻ ഏതു വൻമതിലും ചാടിക്കടക്കുന്നു. എത്ര വലിയ പ്രതിബന്ധങ്ങളെയും അവൻ തരണം ചെയ്യുമെന്ന്. എത്ര വലിയ ഒറ്റപ്പെടലിലും ദൈവത്തെ അവൻ അള്ളിപ്പിടിക്കുമെന്ന്. വലതുകരം ഉയർത്തിപ്പിടിച്ചേ നമുക്ക് ഈ തിരുവചനം ഒന്ന് ഏറ്റുചൊല്ലാം. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. തോബിത്ത് 1:12 അഭിഷേകം. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ നമുക്കറിയാം. അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായി ജീവിച്ചതാണ്. പിതാവിൻ്റെ ജോലി എന്ന് പറയുന്നത് ചെരുപ്പ് കുത്തി ജീവിക്കുക എന്നുള്ളതാണ്. കഷ്ടപ്പാട്, ദുരിതം, ദാരിദ്ര്യം, ഇതിനിടയിലൂടെ ജീവിച്ചാണ് ഈ കുപ്പർത്തീനോ വിശുദ്ധനായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ വൻമതിൽ ചാടിക്കടന്നവരെ നമുക്ക് കാണാം. ഒരുപാട് വിശുദ്ധര് അവരവരുടേതായ കഷ്ടതകളിലൂടെ ജീവിച്ച് അവർ വിശുദ്ധരായി തീർന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, വലിയ സൈന്യത്തിൻ്റെ കമാൻഡർ ഓഫീസറായിരുന്നു അദ്ദേഹം. ആ വലിയ ജോലി നോക്കിക്കൊണ്ട്, ആ വലിയ ഉത്തരവാദിത്വം നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു വിശുദ്ധനായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷം എങ്ങനെ, നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെ, നമ്മുടെ സമ്പത്ത് എങ്ങനെ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെ, അതൊന്നും പ്രിയപ്പെട്ടവരെ ദൈവത്തെങ്കിലേക്ക് ഉയരാൻ തടസ്സമായി നിൽക്കേണ്ടതില്ല. നിനക്കെത്ര പദവിയുണ്ടെങ്കിലും, നിനക്കെത്ര അറിവുണ്ടെങ്കിലും, എത്ര ജ്ഞാനമുണ്ടെങ്കിലും, എത്ര ലക്ഷം രൂപ വരവുണ്ടെങ്കിലും, നിനക്ക് അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ അറിയുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ തേടുന്ന നല്ലൊരു മകനായി ജീവിക്കാൻ സാധിക്കും. കരങ്ങൾ അടിച്ചു പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ഗിൽബർട്ട് നമുക്കറിയാം അധ്യാപകനായിരുന്നു. അനേകം കുട്ടികളുടെ ഉള്ളിൽ വിദ്യ നിറച്ചു കൊടുത്തും യേശുവിനെ നിറച്ചു കൊടുത്തും അധ്യാപന വൃത്തിയിലൂടെ ദൈവത്തെ കണ്ടറിഞ്ഞ് വിശുദ്ധനായി തീർന്നു. അതുകൊണ്ട് എന്ത് സാഹചര്യത്തിലും ഏത് നിറവിലും പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ലൊരു ജീവൻ നയിക്കാൻ സാധിക്കുമെന്ന് ഈ വിശുദ്ധരൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ റോസ പുണ്യവതി നിങ്ങൾക്കറിയാമല്ലോ, നിരന്തരമായ അവളുടെ ജോലി എന്ന് പറയുന്നത് അടുക്കളപ്പണിയായിരുന്നു. ഇന്നാളൊരു സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് ഈ അടുക്കളയിൽ നിന്നൊരു വിമോചനം എന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. എന്നും എനിക്ക് അടുക്കളപ്പണിയാണ്, അല്ലേ? ഓർമ്മ വെച്ച കാലം മുതൽ അടുക്കളപ്പണി. എന്ന് ഈ പണിയിൽ നിന്നൊരു മോചനം? പ്രിയ അമ്മമാരെ, പ്രിയ ചേച്ചിമാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് എനിക്ക് ഈ ജോലിയിൽ നിന്നൊരു മോചനം എന്നല്ല, എങ്ങനെ ഈ അടുക്കള പണിയിലൂടെ എനിക്ക് നല്ലൊരു അമ്മയായി തീരാം, എങ്ങനെ നല്ലൊരു ഭാര്യയായി തീരാം, എങ്ങനെ ഒരു വിശുദ്ധയായി എൻ്റെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട്, കരിക്കലം കഴുകിക്കൊണ്ട്, ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്തുകൊണ്ട് വിശുദ്ധയായി തീരാം എന്നുള്ളതായിരിക്കട്ടെ നിങ്ങളുടെ ചിന്ത. വിശുദ്ധ റോസ പുണ്യവതി അടുക്കളപ്പണിയെടുത്ത് പുറം ലോകം കാണാതെ
കഷ്ടതകളുടെ പുൽമേച്ചിലൂടെ അവൾ ആത്മാവിനെ വളർത്തിയെടുത്ത് വിശുദ്ധിയുടെ അത്യുന്നത ശൃംഗങ്ങളിലേക്ക് അവൾ പറന്നുയർന്നുവെങ്കിൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കും അതൊക്കെ സാധ്യമാണ്. ആഗ്രഹിച്ചാൽ, പ്രവർത്തിച്ചാൽ നമ്മുടെ ഏത് ജോലിയും, തൂപ്പുപണി ആയിക്കൊള്ളട്ടെ, ടോയ്ലറ്റ് കഴുകുന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികളായിക്കൊള്ളട്ടെ, അത് എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരാൻ, അനുഗ്രഹമായി തീരാൻ എൻ്റെ നല്ല ഒരു മനോഭാവം കൂടെ അതിനാവശ്യമാണ്. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 61-ാമത്തെ തിരുവെഴുത്ത് പ്രകാരം പഠിപ്പിക്കുകയാണ്, തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച ആരും അശക്തരായി തീർന്നിട്ടില്ല. ആമേൻ, ആമേൻ. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച ഒരാൾ പോലും അശക്തരായി തീർന്നിട്ടില്ല. നല്ലൊരു ജീവിതം നയിക്കണം, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണം, ആന്തരിക മുറിവുകളൊക്കെ ഉണങ്ങിയ ഒരു വ്യക്തിയാകണം എന്ന് ചിന്തിക്കുന്നതനുസരിച്ച് അശുദ്ധി നമ്മളെ പിടിച്ചുകൊണ്ടേയിരിക്കും. അശുദ്ധി എപ്പോഴും നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവർ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മുടെ ബന്ധങ്ങൾ ബന്ധനത്തിലാകാനായിട്ട് പാടില്ല. നമ്മുടെ ബന്ധങ്ങൾ നല്ലതാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൂടെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ആത്മാവ് ബന്ധനത്തിലാണെങ്കിൽ ആ ബന്ധനത്തെയാണ് ഞാൻ പൊട്ടിച്ചെറിയേണ്ടത്. ഒരു പക്ഷേ തിന്മയുടെ ബന്ധനമാകാം, അല്ലേ? വേടൻ വെച്ച വലയിൽ കുടുങ്ങിയ ഒരാളെ പോലെയാണോ എൻ്റെ ആത്മാവ്? നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ, അലറുന്ന സിംഹത്തെ പോലെ നിങ്ങളെ പിടിക്കാൻ വരുന്ന ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ബന്ധങ്ങളെ നമ്മൾ പുനഃപരിശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ ബന്ധങ്ങളെയും നമുക്കൊന്ന് പരിശോധിക്കാം. എവിടെയെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ളതുണ്ടെങ്കിൽ നേരായിട്ടുള്ള വഴിയിലൂടെ വരാനുള്ള തീരുമാനമാണ് നമ്മളെ അനുഗ്രഹത്തിൻ്റെ പുത്രന്മാരും അനുഗ്രഹത്തിൻ്റെ പുത്രികളുമാക്കി തീർക്കുക. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. തിരുവചനം പറയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായിരിക്കരുത്. എന്തു പറയണം? ഏത് വഴിയെ ചിന്തിക്കണം? എന്ത് തീരുമാനമെടുക്കണം? എന്തു പ്രവർത്തിക്കണം? പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്. ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തും. ദൈവവുമായിട്ടുള്ള, സഹോദരങ്ങളുമായിട്ടുള്ള, മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധം, എൻ്റെ നിലവാരം എത്രയുണ്ട്, എൻ്റെ ഗുണനിലവാരം എങ്ങനെയാണ് എന്ന് കണ്ടെത്താനും തിരുത്താനുമൊക്കെ നമുക്ക് സാധിക്കുകയാണ്. അതുകൊണ്ട് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകണം എന്നുള്ളതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഓരോ വൃക്ഷവും അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നന്മയുടെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നന്മയുടെ ഒരു വൃക്ഷമാണ് ഞാൻ. എന്നിൽ നിന്ന് അനേകർക്ക് നന്മ പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിക്കും. നിങ്ങളിൽ നിന്ന് അനേകർക്ക് നന്മ പകർന്നു കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നല്ല വശങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. നല്ല ഒരു നിധി ഒരാൾ കണ്ടെത്തിയാൽ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അവൻ ആ നിധി കണ്ടെത്തും എന്ന് മത്തായി സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1973 വിശ്വസുന്ദരി പട്ടം നേടിയ ക്രിസ്റ്റീന എന്ന് പറയുന്ന യുവതി, അവള് തെരഞ്ഞെടുത്തത് സന്യാസത്തിൻ്റെ വഴിയാണ്. വിശ്വസുന്ദരി പട്ടം അവളെ സ്വന്തമാക്കിയതാണ്. ഇഷ്ടംപോലെ ആരാധകർ, ഇഷ്ടംപോലെ സമ്പത്ത്, നല്ല സൗന്ദര്യം, വിദ്യാഭ്യാസം, എന്തെല്ലാം വേണോ അതെല്ലാം ഉണ്ട്. പക്ഷേ അവൾ തെരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് കർത്താവിനെ ആ സ്നേഹത്തിൻ്റെ രീതിയിൽ അനുഗമിക്കുവാനായി അവളൊരു സന്യാസ ഭവനത്തിൽ ചേർന്ന് ഒരു സിസ്റ്ററായി അവളുടെ ജീവിതം
കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത്. നല്ല വൃക്ഷത്തിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കും. നല്ല വൃക്ഷം എപ്പോഴും നന്മയുടെ ഭാഗത്തെ നിൽക്കുകയുള്ളൂ. നല്ല വൃക്ഷം ഒരിക്കലും ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാൻ എന്നെ സഹായിക്കണമേ. നല്ല വൃക്ഷങ്ങൾ ചെയ്യുന്ന കാര്യം സങ്കീർത്തന പുസ്തകം 36-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ കാണുന്നുണ്ട്. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് സംതൃപ്തരാകും, അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യും. എന്തുകൊണ്ടാണ് നന്മയുടെ വശങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റാത്തത്? അതിന് ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യ മാതാപിതാക്കളെ കാണുന്നുണ്ട്, ആദവും ഹവ്വായും. അവർക്ക് നന്മയുടെ വശം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം ആ കണ്ണിനും കാതിനും ഒക്കെ കുളിർമ നൽകിയ ആ വിലക്കപ്പെട്ട കനിയായിരുന്നു അവരുടെ തടസ്സം. ദാവീദ് നല്ല ഭാഗത്ത് നിൽക്കാൻ എന്തേ പറ്റാതെ പോയത്? ബേർശബയുമായിട്ടുള്ള ആ ബന്ധം, അശുദ്ധമായ ബന്ധം. എന്തേ കർത്താവ് തിരഞ്ഞെടുത്ത യൂദാസ് അവൻ നന്മയുടെ ഭാഗത്ത് നിൽക്കാതെ പോയത്? അവൻ്റെ തടസ്സം എന്ന് പറയുന്നത് 30 വെള്ളി നാണയമായിരുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ എന്താണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത്? എൻ്റെ അസൂയയാണോ? എൻ്റെ ധനാസക്തിയാണോ? എൻ്റെ ജഡത്തിൻ്റെ അഭിലാഷങ്ങളാണോ? അതെയോ സമ്പത്തോടുള്ള എൻ്റെ അമിതമായിട്ടുള്ള ഭ്രമമാണോ? സ്ഥാനമാനങ്ങളാണോ? എന്താണ് എന്നെ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി നിൽക്കുന്നത്? നമുക്കത് കണ്ടെത്താം. അത് കണ്ടെത്തിക്കൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ കർത്താവേ, നന്മയുള്ളവരാക്കി ഞങ്ങളെ രൂപപ്പെടുത്തണമേ, നന്മയുടെ വശത്ത് നിൽക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 28-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്, ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കി. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? തിരുവചനം നമുക്ക് കൊതിയോടെ ആവർത്തിക്കാം. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഒരിക്കൽ കൂടെ, ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നല്ല വൃക്ഷത്തിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ഓരോ വൃക്ഷവും അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. ഈ തിരുവെഴുത്ത് നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി പ്രത്യേകമായ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഏറ്റവും ഭക്തിയോടെ കരങ്ങളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളൊക്കെ എൻ്റെ ആത്മാവിന് ജീവനായി തീരാൻ, എൻ്റെ ആത്മാവിന് ശക്തിയായി തീരാൻ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ഈ 2022 ജീവിക്കുവാൻ കർത്താവ് നമുക്ക് ഇടവരുത്തട്ടെ. എന്തെല്ലാം തടസ്സങ്ങൾ നമുക്ക് ചുറ്റും ആന്തരികവും ബാഹ്യവുമായ പ്രേരണകളായി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും കർത്താവിൻ്റെ അതിരറ്റ ശക്തിയിലും ദയയിലും നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നന്മയുടെ വക്താക്കളായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മകനായി മകളായി ജീവിക്കാൻ അനുവദിക്കണമേ എന്ന്, അങ്ങനെ എന്നിലൂടെ വരുന്ന ഫലങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുവാൻ ഇടവരുത്തട്ടെ. കർത്താവിൻ്റെ പക്കലേക്ക് 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഈ വചനം മാംസം ധരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജാഗരണ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവിൻ്റെ അതിശക്തമായ അഭിഷേകവും കൃപയും നമ്മളിലേക്ക് മഴ പോലെ പെയ്തിറങ്ങുമ്പോൾ എൻ്റെ ആത്മാവിനെ, ശരീരത്തെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ